ഷാഫി പറമ്പിൽ MP ചികിത്സയിൽ കഴിയുന്ന ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും IG ഓഫീസിന് മുന്നിൽ നിന്ന് ദിൽഷ തിലകനും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് MP-യുടെ ആരോഗ്യനില അറിയാം അല്ലേ? നമുക്ക് പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക് പോകാം. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ ഷാഫി പറമ്പിൽ MPക്ക് ഇന്നലെ നല്ല പരിക്ക് പറ്റിയതാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഘട്ടങ്ങളിൽ പോലും മൂക്കിൽ നിന്നും ഒക്കെ ചോര വീഴുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയതും. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ? ശസ്ത്രക്രിയയൊക്കെ പൂർത്തിയായെന്ന് അറിയുന്നു. സത്യലക്ഷ്മി, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഷാഫി പറമ്പിലിന്റെ മൂക്കിലുള്ള ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുള്ളത്. എന്തായാലും 5 ദിവസത്തെ വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. 2 എല്ലുകൾ പൊട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ENT സർജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സ തുടരുന്നു. 5 ദിവസത്തെ വിശ്രമം ആവശ്യമാണ്. വലിയ പ്രതിഷേധം ഇന്ന് കോഴിക്കോട് മാത്രമല്ല സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധമുണ്ട്. 9-ഓടുകൂടി കോഴിക്കോട് IG ഓഫീസിലേക്ക് UDF-ന്റെ നേതൃത്വത്തിൽ മാർച്ചുണ്ട്. ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരോടും നേതാക്കളോടും കോഴിക്കോട് നഗരത്തിലേക്ക് വരാനാണ് നേതൃത്വം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം പേരാമ്പ്രയിലും പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. UDF-ന്റെ പ്രതിഷേധ സംഗമം പേരാമ്പ്രയിൽ 3 മണിക്ക് നിശ്ചയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്ര CAG കോളേജിലെ CKG കോളേജിലെ അവിടെ UDSF ചെയർമാൻ സ്ഥാനം വിജയിച്ചതോടുകൂടി തന്നെയാണ് സംഘർഷത്തിന് തുടക്കമാകുന്നത്. അവിടെ കാലങ്ങളായി SFI വിജയിക്കുന്ന SFI യൂണിയൻ ഭരിക്കുന്ന ഒരു കോളേജാണ്. അപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്ക് UDSF വന്നതോടുകൂടി തന്നെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ആദ്യത്തെ പ്രതിഷേധം അവിടെ SFIയുടെ പ്രതിഷേധവും ആഹ്ലാദ പ്രകടനവും നടക്കുന്നു. പിന്നീട് UDF-ന്റെ KSUവിന്റെയും മറ്റും ആഹ്ലാദ പ്രകടനം നടക്കുന്നു. ഇതിൽ സംഘർഷത്തിലേക്ക് കലാശിക്കുകയാണുണ്ടായത്. ഇന്നലെയാണ് അത് സംബന്ധിച്ചുള്ള പ്രതിഷേധ യോഗങ്ങൾ നടന്നത്. അതിൽ LDF-ന്റെയും നടന്നു, അതോടൊപ്പം UDF-ന്റെയും നടന്നു. UDF-ന്റെ പ്രതിഷേധ സംഗമം പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് തൊട്ടു മുമ്പിലെത്തി പോലീസ് തടയുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നത്. ഈ സമയം ഷാഫി പറമ്പിൽ MPയും DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും എല്ലാം തന്നെ ഈ പ്രതിഷേധത്തിലേക്ക് UDF-ന്റെ പ്രതിഷേധത്തിന്റെ തൊട്ടു മുമ്പിലേക്ക് വരികയാണ്. അവിടെ വെച്ച് പിന്നീട് ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ ഗ്രനേഡ് വടകര DYSP ഹരിപ്രസാദിന്റെ കയ്യിൽ വെച്ച് അവിടെ ആ സമയത്ത് താഴെ വീണ ഗ്രനേഡ് പൊട്ടുന്നു. വലിയ പ്രതിഷേധം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ ഉണ്ടാകുന്നു. ഇതേ സമയത്ത് തന്നെ LDF-ന്റെ പ്രവർത്തകർ മറുവശത്ത് തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. ഈ 2 കൂട്ടരെയും പിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് പോലീസ് ലാത്തി ചാർജ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കണ്ണീർവാതകം പ്രയോഗിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഇതിനിടയിൽ ഷാഫി പറമ്പിലിന് പരിക്കേൽക്കുന്നു. അതൊരു വലിയ പ്രതിഷേധമായി നമ്മൾ കണ്ടതാണ്. അത് കോഴിക്കോട് മാത്രമല്ല, പിന്നീട് ഇന്നലെ രാത്രി മുഴുവൻ സംസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ പ്രതിഷേധ യോഗങ്ങൾ നടക്കുന്നു, പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു, റോഡ് ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടക്കുന്നു. ഇന്നും സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധം കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഇന്നിപ്പോ പ്രതിഷേധത്തിന് ഒരുങ്ങുന്ന സാഹചര്യമാണ്. ഈ IG ഓഫീസിന് മുന്നിൽ നിന്ന് ദിൽഷ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ദിൽഷ, IG ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഒരു 9 മണിയോടുകൂടി വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എങ്ങനെയാണ് അവിടെ സുരക്ഷാ കാര്യങ്ങളും മറ്റുമൊക്കെ? പ്രവർത്തകരൊക്കെ അവിടെ ഉണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ? സെതു, ഗുഡ് മോർണിംഗ്. 9 മണിയോടുകൂടിയാണ് DCCയുടെ നേതൃത്വത്തിൽ IG ഓഫീസിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടും 9 മണിയാകുമ്പോഴേക്ക് ഇവിടേക്ക് എത്താനാണ് DCC നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 9 മണിയോടുകൂടി തന്നെ DCCയിൽ നിന്ന് IG ഓഫീസിലേക്ക് മാർച്ച് എത്തുന്നതായിരിക്കും. നമ്മളിപ്പോൾ IG ഓഫീസിന് മുന്നിലാണുള്ളത്. ഇവിടെ പ്രവർത്തകരാരും തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളും ഇത്തരത്തിൽ ഒരുക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു സമയമുണ്ട്. 9 മണിയാകുമ്പോഴേക്കും അത്തരത്തിൽ കൂടുതൽ പോലീസുകാരൊക്കെ എത്തുമായിരിക്കണം. എന്തായാലും 9 മണിയോടുകൂടി ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടും എത്താൻ വേണ്ടി DCC ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കോൺഗ്രസിന് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ, ഇന്ന് മുഴുവൻ ജില്ലയിലുടനീളം വിവിധ പരിപാടികൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ഇന്നലെ രാത്രിയോടുകൂടി ഈ പരിപാടികളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നാണ് DCC അറിയിച്ചിട്ടുള്ളത്. ഈ കോൺഗ്രസ് ഓഫീസ് IG ഓഫീസ് മാർച്ചിന് 9 മണിയോടുകൂടി മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടും എത്താൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ സംഘർഷം നടന്ന പേരാമ്പ്രയിലും ഇത്തരത്തിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഇന്നലെ അവിടെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും എല്ലാം നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്നും അവിടെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം സുരക്ഷയ്ക്കായി ശരി. അപ്പോൾ പറഞ്ഞതുപോലെ വലിയ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഒപ്പം IG ഓഫീസിന് മുന്നിൽ അല്പസമയത്ത് 9 മണിയോടുകൂടി അവിടെ പ്രതിഷേധത്തിന് പ്രവർത്തകർ എത്തുമെന്ന് മനസ്സിലാക്കുന്നു. ഷാഫി പറമ്പിൽ MPയുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുകയും ചെയ്യുന്നു. അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരിയും ദിൽഷ തിലകനും കോഴിക്കോട് നിന്ന്.